വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ പാരഗ്രാഫിലേക്ക് പോവാം. റീഡിംഗ് കോംപ്രഹെൻഷൻ. താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് അതിന് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് പാരഗ്രാഫ് ഒന്ന് പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. ഡീപ് ഇൻസൈഡ് എ ജംഗിൾ there was a special school for animal. കാടിന്റെ ഉള്ളില് എന്തുണ്ട്? ഒരു സ്പെഷ്യൽ സ്കൂൾ ഉണ്ട്. ആർക്ക് വേണ്ടി? ഫോർ ആനിമൽസ്. ആനിമൽസിന് വേണ്ടി ഒരു സ്പെഷ്യൽ സ്കൂൾ ഉണ്ട്. ദ സ്കൂൾ വാസ് കോൾഡ് ജംഗിൾ സ്കൂൾ. ആ സ്കൂൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ജംഗിൾ സ്കൂൾ എന്നാണ്. എ വൈസ് ഓൾഡ് എലിഫന്റ് വാസ് ദ ഹെഡ് മാസ്റ്റർ. ആരാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ? ഒരു ഓൾഡ് എലിഫന്റ് ആണ്. എ ക്ലവർ ഔൾ വാസ് ദ ടീച്ചർ. ഔളാണ് എന്തത്? അവിടുത്തെ ടീച്ചർ എന്ന് പറയുന്നത്. എവറി മോർണിംഗ് യങ് ആനിമൽസ് കെയിം ടു സ്കൂൾ. എല്ലാ ദിവസവും ആര് വരും സ്കൂളില്? യങ് ആനിമൽസ് വരും. ദ മങ്കീസ് ലേൺ കൗണ്ടിങ്. മങ്കീസ് എന്താണ് പഠിക്കുന്നത്? കൗണ്ടിങ് പഠിക്കും. ദ പാരറ്റ്സ് പ്രാക്ടീസ് റീഡിങ്. പാരറ്റ്സ് എന്ത് ചെയ്യും? റീഡിങ് പ്രാക്ടീസ് ചെയ്യും, വായിക്കും. ദ റാബിറ്റ്സ് എൻജോയ് ഡ്രോയിങ്. റാബിറ്റ്സ് എന്താ ചെയ്യുന്നേ? ഡ്രോയിങ് ചെയ്യും. ഡ്യൂറിംഗ് ബ്രേക്ക് ടൈം the animals played together under the shade of tall trees. ബ്രേക്ക് ടൈമില് അവരെല്ലാവരും കൂടെ കൂടി മരത്തിന്റെ ചുവട്ടിൽ പോയി എന്ത് ചെയ്യും? കളിക്കും അല്ലേ? അവര് എൻജോയ് ചെയ്യും. ജംഗിൾ സ്കൂൾ വാസ് എ വണ്ടർഫുൾ പ്ലേസ് ഫുൾ ഓഫ് ഫൺ. ജംഗിൾ സ്കൂൾ എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ പ്ലേസ് ആണ് അല്ലെ? ഒരുപാട് കളിച്ചിരികളും തമാശകളൊക്കെ ഉള്ള ഒരു വണ്ടർഫുൾ സ്ഥലമാണ്, പ്ലേസ് ആണ് ഇതെന്ന് പറയുന്നത് ജംഗിൾ സ്കൂൾ. വേർ എവരി ആനിമൽ ലവ് ടു ലേൺ. എല്ലാവർക്കും അതുകൊണ്ട് എന്താണ്? പഠിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്, എല്ലാവർക്കും അവിടെ ഇഷ്ടമാണ് അല്ലെ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് ദ നെയിം ഓഫ് സ്കൂൾ? എന്താണ് സ്കൂളിന്റെ നെയിം? പേര് ജംഗിൾ സ്കൂൾ. ഒന്നാമത്തെ ആൻസർ ജംഗിൾ സ്കൂൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആനിമൽസ് വിത്ത് ആക്ടിവിറ്റീസ് ദേ എൻജോയ്. ഓരോ ആനിമൽസും ചെയ്യുന്ന ആക്ടിവിറ്റീസ്. മങ്കി എന്താ ചെയ്യുന്നത്? കൗണ്ടിങ് ആണ്. പാരറ്റ് റീഡിംഗ് ആണ്. റാബിറ്റ് ഡ്രോയിങ് ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. സി ക്വസ്റ്റ്യൻ, where did animal play during break time? ആനിമൽസ് എവിടെയാണ് ബ്രേക്ക് ടൈമിൽ കളിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, under the shade of tall trees. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how was jungle school described in the passage? എന്താണ് നിങ്ങള് ഈ പാസേജില് ജംഗിൾ സ്കൂൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? വണ്ടർഫുൾ ആൻഡ് full of fun. B ആണ് ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ, ഇഫ് യു വെയർ എ സ്റ്റുഡന്റ് ഓഫ് ജംഗിൾ സ്കൂൾ വാട്ട് വുഡ് യു ലൈക്ക് ടു ലേൺ? ഇനി നിങ്ങൾ സ്കൂളിലെ സ്റ്റുഡന്റ് ആണെങ്കിൽ വാട്ട് വുഡ് യു ലൈക്ക് ടു ലേൺ? നിങ്ങൾക്ക് എന്താണ് അവിടെ പഠിക്കാനായിട്ട് ഇഷ്ടം? മ്യൂസിക് ആണോ, ഡ്രോയിങ് ആണോ, ഡാൻസ് ആണോ? എന്താണ് നിങ്ങൾക്ക് അവിടെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ്. ദ ലിറ്റിൽ ട്രെയിൻ കണ്ടിന്യൂസ് ഹെർ ജേർണി. ലിറ്റിൽ ട്രെയിൻ അതിന്റെ ജേർണി തുടർന്നു. ഓൺ ദ വേ ഷീ റീച്ച്ഡ് എ ബ്യൂട്ടിഫുൾ വാലി. അവൾ എവിടെ എത്തി? ഒരു ബ്യൂട്ടിഫുൾ വാലിയിൽ എത്തി. ഡിസ്ക്രൈബ് ദ സീൻ അറൌണ്ട് ദ ലിറ്റിൽ ട്രെയിൻ. ആ ലിറ്റിൽ ട്രെയിൻ കാണുന്ന ചുറ്റുമുള്ള സംഗതികളൊക്കെ എന്താണെന്ന് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അവിടെ ഫ്ലൈയിങ്, സ്വിങ്ങിങ്, ഷൈനിങ്, പഫിങ് എന്നൊക്കെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അതൊക്കെ വച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ദ ലിറ്റിൽ ട്രെയിൻ റീച്ച് എ ബ്യൂട്ടിഫുൾ വാലി. ലിറ്റിൽ ട്രെയിൻ എവിടെ എത്തി? ബ്യൂട്ടിഫുൾ വാലിയിലെത്തി. There were many animals around it. അതിനു ചുറ്റും എന്തുണ്ട്? ഒരുപാട് ആനിമൽസ് ഉണ്ട്. Birds were flying and monkeys were singing on the trees. എന്താണ്? ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്നുണ്ട് അവിടെ. മങ്കീസ് എന്താണ്? ട്രീസിൽ കിടന്ന് ഊഞ്ഞാലാടുന്ന പോലെ ആടുന്നുണ്ട്. The mountains were shining in the sunlight. സൺലൈറ്റ് കാരണം എന്താണ്? മൗണ്ടെയിൻസ് ഒക്കെ തിളങ്ങുന്നുണ്ട്. The animals were playing happily. ആനിമൽസ് ഒക്കെ അവിടെ കളിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ എഴുതാം. പിന്നെ അവിടെ ടൈഗർ, ലയനെയൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. നെക്സ്റ്റ് തോട്ട്സ് ആണ്. അറ്റംപ്റ്റ് എനി ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ എയും ബിയും രണ്ടെണ്ണം ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എഴുതാം. ചെസ്റ്റർ റാക്കൂൺ വെന്റ് ടു ദ സ്കൂൾ. ഹിസ് മദർ മിസ്സിസ് റാക്കൂൺ സാറ്റ് അലോൺ ഇൻ ഹർ ഹൗസ്. ചെസ്റ്റർ റാക്കൂൺ സ്കൂളിൽ പോയി ഇല്ലേ? അപ്പൊ മിസ്സിസ് റാക്കൂൺ ഒറ്റയ്ക്കായി. ഷീ വാസ് വറീഡ് അബൌട്ട് ഹർ സൺ. അവൾക്ക് അവളുടെ കുട്ടിയെ കുറിച്ച് ഓർത്ത് വറീഡ്, ടെൻഷനായി. ഷീ ഹോപ്പ് ചെസ്റ്റർ വുഡ് ഡു വെൽ ഇൻ ഓൾ ദ ആക്ടിവിറ്റീസ് അറ്റ് സ്കൂൾ. അപ്പൊ അവള് ആലോചിക്കണം അവൻ അവിടെ എല്ലാ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലൊക്കെ
നന്നായി ചെയ്യുന്നുണ്ടോ, അവിടെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പൊ വാട്ട് വുഡ് ബി ദ തോട്ട്സ് ഓഫ് മിസ്സിസ് റാക്കൂൺ? മിസ്സിസ് റാക്കൂണിന്റെ അവനെ കുറിച്ചുള്ള തോട്ട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ എഴുതാം. ഐ ഹോപ്പ് ചെസ്റ്റർ റീച്ച് ദ സ്കൂൾ സേഫ്ലി. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നു, അവൻ സ്കൂളിൽ സേഫ് ആയിട്ട് എത്തിയെന്ന് വിചാരിക്കുന്നു അല്ലെ. ഐ ഹോപ്പ് ഹി എൻജോയ്സ് ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. അവൻ അവന്റെ സ്കൂള് ഫസ്റ്റ് ഡേ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ഹി മേക്ക് ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ഡസ് വെൽ ഇൻ ഓൾ ദ ആക്ടിവിറ്റീസ്. അത് നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന് നല്ല ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിക്കാണും, അതുപോലെ എല്ലാ ആക്ടിവിറ്റീസ് ഒക്കെ നന്നായി ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹി വിൽ ലേൺ മെനി ന്യൂ തിങ്സ്. അവൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഐ ഹോപ്പ് ഹി വിൽ ലേൺ മെനി ന്യൂ തിങ്സ് എന്ന് എഴുതാം. ഐ മിസ് ഹിം. ഞാൻ അവനെ മിസ് ചെയ്യുന്നു. ബട്ട് ഐ ആം ഹാപ്പി ഫോർ ഹിം. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ചെസ്റ്ററിനെ കുറിച്ചുള്ള മിസ്സിസ് റാക്കൂണിന്റെ തോട്ട്സ് ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിങ് ഫ്രൂട്ട്സ് ആൻഡ് ടോയ്സ്. ആ ലിറ്റിൽ ട്രെയിൻ ഫ്രൂട്ട്സും ടോയ്സും ഒക്കെ കൊണ്ടുവരുന്നതും കാത്ത് ആ മൗണ്ടെയിന്റെ ബാക്ക് ആരുണ്ട്? കുറെ ബോയ്സും ഗേൾസും ഉണ്ട്. ഈവൻ ആഫ്റ്റർ വെയിറ്റിംഗ് ഫോർ ലോങ് ടൈം, ഒരുപാട് നേരം നോക്കി ഇരുന്നിട്ടും ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് അറൈവ്. എന്താണ്, ആ ട്രെയിൻ എത്തിയിട്ടില്ല. ദേ ബിക്കം സാഡ്. അവർ വളരെയധികം സങ്കടപ്പെട്ടു. അപ്പൊ അവരെന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? അവരെന്തൊക്കെ തോട്ട്സ് ആയിരിക്കും അവരുടെ ഉള്ളിൽ കുഴപ്പമുണ്ടാവുക? ലിറ്റിൽ ട്രെയിൻ, ലിറ്റിൽ ട്രെയിൻ എവിടെയാണ്? വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. നമ്മൾ ഒരുപാട് നേരമായിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ കാത്തു നിൽക്കുകയാണ്. വി വെയർ എക്സൈറ്റ് ടു ഗെറ്റ് ദ ഫ്രൂട്ട്സ് ആൻഡ് ടോയ്സ്. ആ ഫ്രൂട്ട്സും ടോയ്സ് ഒക്കെ കിട്ടുന്നതിൽ ഞങ്ങൾ വളരെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വി ഹോപ്പ് ഇറ്റ് വിൽ കം സൂൺ. നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്താണ്, അത് ഉടനെ തന്നെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ ട്രെയിൻ കാത്തു നിൽക്കുന്ന കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചിന്തകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺവെർസേഷൻ എഴുതാനാണ്. ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ എഴുതിയാൽ മതി. ഫോർത്ത് എയിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ചെസ്റ്റർ റാക്കൂൺ റിട്ടേൺ ഹോം ഫ്രം സ്കൂൾ. ചെസ്റ്റർ റാക്കൂൺ വീട്ടിലേക്ക് തിരിച്ചെത്തി അല്ലെ, സ്കൂൾ വിട്ട്. മിസ്സിസ് റാക്കൂൺ വാസ് ഈഗർ ടു നോ അബൌട്ട് ഹിസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ആ ഫസ്റ്റ് ഡേ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവള് ഭയങ്കര വെയിറ്റിംഗിലായിരുന്നു, മിസ്സിസ് റാക്കൂൺ അമ്മ അല്ലെ. ചെസ്റ്റർ ഷെയർഡ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് ഹെർ. ചെസ്റ്റർ അവന്റെ എക്സ്പീരിയൻസ് ഒക്കെ അമ്മയായിട്ട് ഷെയർ ചെയ്തു. വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം? അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും? റൈറ്റ് അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ 5 ഇത് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. മിസ്സിസ് റാക്കൂൺ എന്താ ചോദിക്കുന്നത്? ഹൈ ഡിയർ, ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത്. അപ്പൊ ചെസ്റ്റർ എന്താ പറയാ? ഐ ആം ഫൈൻ മദർ എന്ന് പറയണേ. അപ്പൊ മിസ്സിസ് റാക്കൂൺ എന്തായിരിക്കും? ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? എന്റെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ എന്ന് ചോദിക്കുമ്പോൾ ചെസ്റ്റർ എന്താ പറയണേ? ഇറ്റ് വാസ് വെരി നൈസ്. അപ്പൊ മിസ്സിസ് റാക്കൂൺ എന്താ പറയണ്ടേ? ഡിഡ് യു മേക്ക് എനി ന്യൂ ഫ്രണ്ട്സ്? നിനക്ക് പുതിയ ഫ്രണ്ട്സിനെ ആരെങ്കിലും കിട്ടിയോന്ന് ചോദിക്കാം. അപ്പൊ ചെസ്റ്റർ എന്താ പറയാ? യെസ്, ഐ മേഡ് മെനി ന്യൂ ഫ്രണ്ട്സ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പൊ പിന്നെ വാട്ട് ഇസ് യുവർ എക്സ്പീരിയൻസ് ടുഡേ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ദ ലിറ്റിൽ ട്രെയിൻ വാസ് ക്യാരിങ് ഫ്രൂട്ട്സ് ആൻഡ് ടോയ്സ് സഡൻലി ദ ട്രെയിൻ സ്റ്റോപ്ഡ്. ആ ലിറ്റിൽ ട്രെയിൻ ഫ്രൂട്ട്സും ടോയ്സും ഒക്കെ ആയിട്ട് വരികയായിരുന്നു. അപ്പൊ ട്രെയിൻ എന്ത് ചെയ്തു? സ്റ്റോപ്പായി. ദ ക്ലൗൺ ആൻഡ് ദ ആനിമൽസ് ക്ലൈംഡ് ഔട്ട് ഓഫ് ദെയർ കാർ. ദ ക്ലൗൺ ക്വിക്ലി റാൻ ടുവേർഡ്സ് ദ എൻജിൻ. വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ക്ലൗൺ ആൻഡ് ലിറ്റിൽ ട്രെയിൻ? ക്ലൗണും ലിറ്റിൽ ട്രെയിനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ച് വേണം. ക്ലൗൺ എന്താ ചോദിക്കാം? ഹേ ലിറ്റിൽ ട്രെയിൻ, വാട്ട് ഹാപ്പൻ? എന്താ ലിറ്റിൽ ട്രെയിൻ, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കണം. അപ്പൊ ലിറ്റിൽ ട്രെയിൻ എന്താ പറയണേ? ഐ സഡൻലി സ്റ്റോപ്ഡ്. അത് നമുക്ക് ഇവിടെ എഴുതാം അല്ലെ, സഡൻലി സ്റ്റോപ്ഡ് എന്ന് പറയണ്ടേ. അപ്പൊ ഐ സഡൻലി സ്റ്റോപ്ഡ്, അതിനകത്തൊന്ന് തന്നെ എടുത്ത് എഴുതാം. ക്ലൈൻ, വൈ ഡിഡ് യു സ്റ്റോപ്പ്? അത് എങ്ങനെയാണ് സ്റ്റോപ്പ് ആയെന്ന് പറയണം. അപ്പൊ ലിറ്റിൽ ട്രെയിൻ എന്താ പറഞ്ഞേ? ഐ ഹാവ് എ സ്മോൾ പ്രോബ്ലം, എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറയണം. അപ്പൊ ക്ലൗൺ, ക്യാൻ ഐ ഹെൽപ്പ് യു? ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കാം. അപ്പൊ ട്രെയിൻ, യെസ് പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറയണം. അപ്പൊ ക്ലൗൺ, ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയണം. അപ്പൊ ട്രെയിൻ, താങ്ക് യു ക്ലൗൺ. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാം. നെക്സ്റ്റ് റീഡ് ദ പാസേജ് ആണ്. റീഡ് ദ പാസേജില് എഡിറ്റിംഗ് ആണ് തന്നിരിക്കുന്നത്. കുറെ മിസ്റ്റേക്കുകളുണ്ട്, അത് തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. എ ലയൺ വാസ് സ്ലീപ്പിംഗ്. ഒരു സിംഹം ഉറങ്ങുകയാണ്. ടു ദ ഫോറസ്റ്റ് എന്നാണ് തന്നേക്കണേ. ടു ദ അല്ല വേണ്ടത്, ഇൻ ആണ് വേണ്ടത്. ഇൻ ദ ഫോറസ്റ്റ്. എ എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എന്ത് ചെയ്യണം, അടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങണം. അപ്പൊ എ മൗസ് എന്നാണ് വേണ്ടത്. എ മൗസ് റാൻ ഓൺ ഹിം. ദ ലയൺ കോട്ട് ദ മൗസ് ബട്ട് ഹിം ലെറ്റ് എന്നാണ് തന്നത്. തിരിച്ചെഴുതണം. ലെറ്റ് ഹിം എന്നാക്കി എഴുതണം. ലെറ്റ് ഹിം ഗോ.
1 day A. ഹണ്ടർ എന്നാണ്. ഹണ്ടറിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഡി അല്ല, TER ആണ് വേണ്ടത്. ട്രാപ്പ് ദ ലയൺ ഇൻ എ നെറ്റ്. ദ മൗസ് കട്ട് ദ നെറ്റ് ആൻഡ് സേവ് ദ ലയൺ. ദ ലയൺ ആൻഡ് ദ മൗസ് ബിക്കേം എന്താണ് ഫ്രണ്ട്സ്. പ്ലൂറൽ ഫ്രണ്ട് എന്നാ തന്നിരിക്കുന്നത്. അത് സിംഗുലർ. ഫ്രണ്ട്സ് ആയി എന്നല്ലേ, കൂട്ടുകാരായി എന്നാണ് പറയുന്നത്. അപ്പൊ ഫ്രണ്ട് എന്നുള്ളത് മാറ്റി ഫ്രണ്ട്സ്, സിംഗുലർ പ്ലൂറൽ ആക്കണം. അപ്പോ ഇന്ന് എ ലെറ്റ് ഹിം ആക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഹണ്ടർ സ്പെല്ലിംഗ് ടി ആക്കി മാറ്റണം. പിന്നെ ഫ്രണ്ട് എന്നുള്ളത് ഫ്രണ്ട്സ് എന്നാക്കണം. ഇങ്ങനെയാണ് ഇത് തിരുത്തി എഴുതേണ്ടത്. നെക്സ്റ്റ് പസിൽ ആണ്. കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദ ഹിന്റ്സ് ഗിവൺ ബിലോ. താഴെ കുറച്ച് ഹിന്റ്സ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക. എ വെഹിക്കിൾ ദാറ്റ് റൺസ് ഓൺ ട്രാക്ക്. ട്രാക്കിൽ കൂടെ പോകുന്നത് ഏതാണ്? ട്രെയിൻ ആണ്. ഒന്നാമത്തത് ട്രെയിൻ. അപ്പൊ നിങ്ങളവിടെ ട്രെയിൻ എഴുതണം. ഒന്നാമത്തെ ട്രെയിൻ ആണ്. യു യൂസ് ഇറ്റ് വെൻ ഇറ്റ് റെയിൻസ്. റെയിൻസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്ന സാധനം എന്താണ്? 8 ലെറ്റേഴ്സ് ഉണ്ട്. ഏതാണ്? യു എന്ന് ഫസ്റ്റ് തന്നിട്ടുണ്ട്. ഏതാണ്? അംബ്രല. അംബ്രല എന്ന് എഴുതണം. അംബ്രല. അടുത്തത് എക്രോസ് ആണ് എഴുതണ്ടേ. എ പ്ലേസ് വേർ ചിൽഡ്രൻ ലേൺ. കുട്ടികൾ പഠിക്കുന്ന എവിടെയാണ്? സ്കൂൾ. എവിടെയാണ്? സ്കൂളാണ്. എ പേഴ്സൺ യു ലൈക്ക് ആൻഡ് ട്രസ്റ്റ്. ആരെയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത്? 6 ലെറ്റേഴ്സ് ആണ്. എഫ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്. FRIEND. ഫ്രണ്ട്. ഈസ് ഇറ്റ് ഷൈൻ ഇൻ ദ നൈറ്റ് സ്കൈ. രാത്രി തിളങ്ങുന്ന എന്താണ്? N ആണ് തന്നിരിക്കുന്നത്. അപ്പൊ സ്റ്റാർ അല്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതും? മൂണ്. മൂൺ. അപ്പോൾ ഇങ്ങനെയാണ് പസില് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ, ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.